വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ റിയാക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഇടുന്ന സ്റ്റാറ്റസ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് റിയാക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഇമോജി ഉപയോഗിച്ചുകൊണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് റിയാക്ട് ചെയ്യാൻ പറ്റും. എന്താണോ നിങ്ങൾക്ക് തോന്നിയത് അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിലേക്ക് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇതിപ്പം കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഫീച്ചർ നമുക്കിപ്പം കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2023 വാട്സപ്പിൽ വരാൻ പോകുന്ന കുറച്ച് ഒരു 5 കൂളസ്റ്റായുള്ള വാട്സപ്പ് അപ്ഡേറ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലർ ടൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അപ്പം ഈ ഒരു ഫീച്ചർ ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ 2023 ഈ ഒരു വർഷം തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് വാട്സപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോ അയക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് സെൻസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തോന്നുന്നുണ്ട്, ആ ഫോട്ടോയിൽ ആ ഒരു വ്യക്തി കാണരുത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ വരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഭാഗം മാത്രമായിട്ട് നിങ്ങൾക്ക് ബ്ലർ ചെയ്ത് അയക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടുന്ന സമയത്തൊക്കെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റും എന്നുള്ളതാണ് വാട്സപ്പ് പറയുന്നത്. എന്ത് തന്നെയാലും ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ചാറ്റുകളിൽ പ്രൊഫൈൽ വരിക എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് ഏത് വ്യക്തിയാണോ ചാറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ കൂടെ പേരും അതുപോലെ തന്നെ തൊട്ടുകൂടെ പ്രൊഫൈലും ഉണ്ടാകും. ആ പുള്ളിയിട്ടിരിക്കുന്ന പ്രൊഫൈൽ പിക്ക് ഏതാണോ അതും നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഫീച്ചർ ഈ വർഷം വരും എന്നുള്ളതാണ് വാട്സപ്പ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് PC അതുപോലെ ലാപ്ടോപ്പിലൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ഫീച്ചറാണ്. അതായത് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അപ്പം നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ഫോണിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ലെങ്കിൽ പാറ്റേണോ അല്ലെങ്കിൽ നമ്പർ ആ ഒരു രീതിയിലുള്ള ഒരു ലോക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ ഫീച്ചർ നമ്മുടെ PCയിലും അതുപോലെ ലാപ്ടോപ്പിലൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഒരു ലോക്ക് സ്ക്രീൻ മോഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് ഈ ഒരു ലോക്ക് സ്ക്രീൻ മോഡ് ഓൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് വാട്സപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഫീച്ചറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നല്ലൊരു അപ്ഡേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നാലാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോൾ ടാബ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതും ഈ ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ഫീച്ചറാണ്. അതായത് നമുക്ക് വീഡിയോ കോൾ അതുപോലെ തന്നെ ഓഡിയോ കോൾ എന്നൊക്കെ പറയുന്ന പോലെ വാട്സപ്പിലുണ്ടല്ലോ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതേ ഒരു ഫീച്ചർ തന്നെ നമ്മുടെ വാട്സപ്പ് വെബ് അല്ലെങ്കിൽ വാട്സപ്പ് ആപ്ലിക്കേഷനൊക്കെ PCയിലും ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് കോൾ ടാബ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കോളിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടാബും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിൽ വരും എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസാനത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് സ്റ്റാറ്റസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റാറ്റസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇമോജിയും അതുപോലെ ടൈപ്പ് ചെയ്തും മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് വോയിസ് നോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് വോയിസ് നോട്ട് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് റിയാക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് നമുക്കിപ്പം കറൻ്റ്ലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്നുള്ളൂ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.